വടക്കൻ കേരളത്തിൽ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ഇന്ന് സ്വകാര്യ സന്ദർശനത്തിലാണ്. തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ബാക്കി നിൽക്കെ അവസാന റൗണ്ട് പര്യടനം അടുത്ത ദിവസം ആരംഭിക്കും. വിഷുവിന് ശേഷം ദേശീയ നേതാക്കളും പ്രചാരണത്തിനെത്തുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ രാവിലെ മുതൽ വിവിധ വ്യക്തികളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചകഴിഞ്ഞ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ രണ്ടാംഘട്ട പൊതുപര്യടനത്തിന്റെ ഭാഗമായി ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി K സുധാകരനും NDA സ്ഥാനാർത്ഥി C രഘുനാഥും മട്ടന്നൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് ഇന്ന് പൊതുപര്യടനമില്ല. സ്വകാര്യ സന്ദർശനങ്ങളിലാണ് ശൈലജ ടീച്ചർ. കുറ്റ്യാടി മണ്ഡലത്തിലാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. കോഴിക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമും സ്വകാര്യ സന്ദർശനത്തിലാണ്. ഇന്ന് പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. UDF സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് പൊതുപര്യടനമില്ല. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ മാനന്തവാടി കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. മലപ്പുറത്തെ LDF UDF സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. സ്വകാര്യ സന്ദർശനത്തിലാണ് മലപ്പുറം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V വസീഫ്. പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവന് ഇന്ന് പൊതുപര്യടനമില്ല. കുടുംബയോഗങ്ങളും സ്വകാര്യ സന്ദർശന പരിപാടികളിലും A വിജയരാഘവൻ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഷൊർണൂർ മേഖലയിൽ പര്യടനം നടത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നെന്മാറ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.